ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 ബാക്കി ഭാഗങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വരുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, അതിനൊരു ഇക്വേഷനും പഠിക്കാനുണ്ട്, ഡി ബ്രോഗ്ലി റിലേഷൻ, പിന്നെ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളിലും രണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഓരോ പ്രോബ്ലവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആറ്റം മോഡലൊക്കെ പഠിച്ചു, ജെ തോംസൺ റുദർഫോർഡിൻ്റെ ഒക്കെ ആറ്റം മോഡൽ പഠിച്ചു, ബോറിൻ്റെ ആറ്റം മോഡലൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഓരോ സയൻറ്റിസ്റ്റുകളും ഓരോ കണ്ടുപിടുത്തങ്ങളായിട്ടാണ് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ പിന്നീടും ഓരോരോ സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്ന സയൻറ്റിസ്റ്റ് ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് മാറ്ററിൻ്റെ ഡ്യുവൽ നേച്ചറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നത്. മാറ്ററിൻ്റെ ഡ്യുവൽ നേച്ചർ എന്ന് പറയുമ്പോൾ മാറ്ററിന് രണ്ട് സ്വഭാവം ഉണ്ട്. ഡ്യുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്വഭാവം, ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് സ്വഭാവം ഉണ്ട് എന്നാണ്. അത് ഏതൊക്കെയാണ്, അത് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്ന ഒരു ഇക്വേഷനും അദ്ദേഹം പറഞ്ഞു. അതിന് നമ്മൾ ഡി ബ്രോഗ്ലി റിലേഷൻ എന്നാണ് പറയുക. എന്താണ് ഡി ബ്രോഗ്ലി റിലേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്വഭാവം എന്നാണ്. ആരുടെ? മാറ്ററിൻ്റെ രണ്ട് സ്വഭാവത്തിനെ കുറിച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് സ്വഭാവം എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് മാറ്റർ, ദ മാറ്റർ ഹാസ് ഡ്യുവൽ നേച്ചർ. ഡി ബ്രോഗ്ലി പറഞ്ഞത് മാറ്ററിന് രണ്ട് നേച്ചറാണ് എന്നാണ്. മാറ്റർ ഹാസ് ഡ്യുവൽ നേച്ചർ. That means when the matter is moving, it shows the wave properties. നമ്മുടെ മാറ്റർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേവിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കും. വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗം. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗം. അപ്പം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാറ്റർ മൂവിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഏത് സ്വഭാവം കാണിക്കും? വേവിൻ്റെ സ്വഭാവം കാണിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? when it is in the state of rest, then it shows particle properties. അത് റെസ്റ്റിലിരിക്കുകയാണ്, അനങ്ങാതെ മൂവ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് മാറ്റർ ഉള്ളതെങ്കിൽ അതിനെന്ത് സ്വഭാവമായിരിക്കും? പാർട്ടിക്കിളിൻ്റെ സ്വഭാവമായിരിക്കും, അത് കണികയുടെ സ്വഭാവമായിരിക്കും. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ വേവിൻ്റെ സ്വഭാവം കാണിക്കും, അത് റെസ്റ്റിലിരിക്കുമ്പോൾ അനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് അതെന്തിൻ്റെ സ്വഭാവം കാണിക്കും? പാർട്ടിക്കിളിൻ്റെ സ്വഭാവം കാണിക്കും, അതായത് കണികയുടെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് നേച്ചർ, ഡ്യുവൽ നേച്ചർ? ഒന്ന് വേവിൻ്റെ നേച്ചറും ഒന്ന് പാർട്ടിക്കിൾ നേച്ചറും. അത് മൂവ് ചെയ്യുമ്പോൾ വേവ് നേച്ചർ കാണിക്കുന്നു, അത് റെസ്റ്റിലിരിക്കുമ്പോൾ പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇക്വേഷനും ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഡി ബ്രോഗ്ലി റിലേഷൻ. എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ് ഏതാണ് ഡി ബ്രോഗ്ലി റിലേഷൻ, അതിലെ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ഇതായിരുന്നു: ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ലാംഡ ഈസ് ഈക്വൽ ടു h/mv. എല്ലാവരും നല്ല ഇമ്പോർട്ടൻ്റ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് വേണം ഇത് എഴുതി വെക്കാൻ. നോട്ട്ബുക്കിൽ ഒരു ബോക്സിൻ്റെ അകത്തൊക്കെ ഇട്ടിട്ട് ഇക്വേഷൻ എഴുതുക. ഡി ബ്രോഗ്ലി റിലേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ലാംഡയൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ലാംഡ? ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. ലാംഡ ഈസ് ദി വേവ് ലെങ്ത്. h എന്താണ്? h ഈസ് ദി പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിനൊരു വാല്യൂ ഉണ്ട്. 6.626 × 10⁻³ എന്നതാണ് അതിൻ്റെ വാല്യൂ. എം എന്താണ്? എം ഈസ് ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾ. ഏത് പാർട്ടിക്കിളാണോ അതിൻ്റെ മാസ്സാണ് എം എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിളാണ്, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ എന്തായിരുന്നു ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്ത്, h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, m എന്ന് പറയുന്നത് മാസ്സാണ്, v എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഒരു 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇത് വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. പേര് കേട്ടിട്ട് ആരും പേടിക്കേണ്ട, സിമ്പിളായിട്ടുള്ള കാര്യമാണ്.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ പറയണം. ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഏത് സെൻറ്റൻസിലാണോ ഇത് പറഞ്ഞിട്ടുള്ളത് അതേ ഫോമിൽ തന്നെ ഇത് പറയണം. അപ്പോൾ എന്താണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് impossible to determine simultaneously the exact position and momentum of a small moving particle like an electron. ഒന്നുകൂടി വായിക്കാം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സ്മോൾ മൂവിങ് പാർട്ടിക്കിൾ ലൈക്ക് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ പോലെ മൂവ് ചെയ്യുന്ന ഒരു ചെറിയ പാർട്ടിക്കിളിൻ്റെ എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് മൊമെൻറ്റവും ഒരേ സമയം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയില്ല. ഡിറ്റർമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം എന്നാണ് അർത്ഥം. സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയം. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക വാട്ട് ഈസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് അങ്ങനെ തന്നെ കാണാതെ പഠിച്ചിട്ട് എഴുതണം. ഓക്കെ, ഒരേ സമയം ഒരു മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ എക്സാക്റ്റ് പൊസിഷനും മൊമെൻറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് പഠിക്കാനുണ്ട്. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇക്വേഷനാണ്, ബോക്സിലിട്ട് വെക്കണം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അതിലിനി ഡെൽറ്റ എക്സ് എന്താണ്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. ഡെൽറ്റ പി എന്താണ്? അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. എച്ച് നമ്മൾ നേരത്തെ കണ്ടു, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പിന്നെ പൈ എന്ന് പറഞ്ഞാൽ മാത്സിൽ നമ്മൾ പഠിക്കുന്ന പൈ തന്നെ. അപ്പോൾ ഇക്വേഷനും ക്ലിയർ ആണ്, സെൻറ്റൻസും ക്ലിയർ ആയിരിക്കണം, എന്താണ് പറഞ്ഞത് എന്നുള്ളതും ക്ലിയർ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചു. ഒന്ന് ഡി ബ്രോഗ്ലിയുടെ റിലേഷനും പഠിച്ചു, അടുത്തത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ 2 ഇക്വേഷനും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ചെയ്യണ്ടേ? അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പ്രോബ്ലം ഡി ബ്രോഗ്ലി റിലേഷനെ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഡി ബ്രോഗ്ലിയുടെ റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം നമുക്ക്. കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ആൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10⁻³ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ നമ്മളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിക്കുക. കാൽക്കുലേറ്റ് ദി വേവ് ലെങ്ത്. വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നമുക്ക് തന്നിരിക്കുന്നത്? ഒരു ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ വെലോസിറ്റി. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 10⁻³ മീറ്റർ/സെക്കൻഡ്. 10⁻³ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ വേവ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ഇക്വേഷൻ? ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷനാണ്. അവിടെയാണല്ലോ വേവ് ലെങ്ത് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഏതാ വരിക? ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ആദ്യം ചെയ്യേണ്ട ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു, ഇനി തന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷനും നമ്മുടെ കയ്യിൽ കിട്ടി. ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി തന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? എച്ച് വേണം. എച്ച് എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ളൊരു വാല്യൂ ആണ്. അത് നമുക്കറിയാം. എത്രയാണ്? 6.626 ഇൻറ്റു 10⁻⁻34. അത് എല്ലാ പ്രോബ്ലത്തിലും സെയിം ആയിരിക്കും, കാരണം അതൊരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കുക. 6.626 ഇൻറ്റു 10⁻⁻34. അത് നമ്മൾ സൈഡിൽ എഴുതി വെക്കുക. എച്ച് ഇസ് ഈക്വൽ ടു. ഓക്കെ, അടുത്തത് എം ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ്സാണ്. ഇലക്ട്രോൺ അല്ലേ തന്നിരിക്കുന്നത്? അത് നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് നിങ്ങൾ കാണാതെ പഠിക്കുക. 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. ഇതൊരു സ്ഥിരമായ വാല്യൂ ആണ്. നേരത്തെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എച്ച് പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്ഥിരമായ വാല്യൂ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണാതെ പഠിക്കുക. എം ഇസ് ഈക്വൽ ടു 9.1 ഇൻറ്റു 10⁻⁻31 കിലോഗ്രാം. അപ്പോൾ നമുക്ക് എച്ചും കിട്ടി, എമ്മും കിട്ടി. വി നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി അല്ലേ? വെലോസിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 10⁻³ മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് കിട്ടി, എം കിട്ടി, വി കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? ലാംഡയാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ എഴുതി. എച്ചിൻ്റെ വാല്യൂ എഴുതി, എമ്മിൻ്റെ വാല്യൂ എഴുതി, വിൻ്റെ വാല്യൂ എഴുതി. ഇനി ഇക്വേഷനിൽ എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു h/mv. ഈ വാല്യൂസൊക്കെ നമ്മൾ ഈ സൈഡിൽ എഴുതിയിട്ടുള്ള വാല്യൂസൊക്കെ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ശരിക്കും നോക്കൂ. അപ്പോൾ ലാംഡ വേവ് ലെങ്ത് ഈസ് ഈക്വൽ ടു അല്ലേ, എന്താണ് എച്ചിൻ്റെ സ്ഥാനത്ത് h/mv എന്നുള്ളതാണ് നമ്മളെ ഇക്വേഷൻ. അപ്പോൾ എച്ചിൻ്റെ സ്ഥാനത്ത് എച്ചിൻ്റെ വാല്യൂ കൊടുക്കുക. എത്രയാണ്? 6.626 × 10⁻³ ഡിവൈഡഡ് ബൈ എമ്മിൻ്റെ സ്ഥാനത്ത് 9.1 × 10⁻31. ഇനി ഇൻറ്റു വി ആണ്. h/mv എന്ന് പറഞ്ഞാൽ ഇൻറ്റു വി ആണ്. വി എത്രയാണ് തന്നിട്ടുള്ളത്? 10⁻³ m/s. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി കാൽക്കുലേറ്ററിൽ ഇത് അടിച്ചു നോക്കാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 7.28 × 10⁻⁷ മീറ്റർ. വെലോസിറ്റി മീറ്റർ/സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതും കൂടി എഴുതി വെച്ചാൽ കറക്റ്റായി. അല്ലേ, വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ m. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? കാൽക്കുലേറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഈസ് 5.7 × 10⁵ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇവിടെ അൺസർട്ടനിറ്റി എന്നാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതായിരിക്കണം? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ആയിരിക്കണം. അതേതായിരുന്നു ഇക്വേഷൻ? Δx × Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇവിടെ ഇപ്പം നമ്മൾ ആ ഗ്രേറ്റർ ദാൻ അങ്ങ് മറക്കുക, എന്നിട്ട് ഈക്വൽ ടു ഇട്ടാൽ മതി കേട്ടോ. ഗ്രേറ്റർ ദാനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്രേറ്റർ ദാൻ ഒഴിവാക്കിയിട്ട് ഈക്വൽ ടു ആണ് ഇടുക. അപ്പോൾ എന്താണ് ഇക്വേഷൻ? Δx × Δp ഈക്വൽ ടു h/4π എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി Δp എന്ന് പറയുന്നത് മൊമെൻ്റമാണ്. പി എന്ന് പറയുന്നത് മൊമെൻ്റമാണ്. മൊമെൻ്റത്തിന് നമ്മൾ Δpയെ നമ്മൾ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് എഴുതുകയാണ് m∆v, മാസ് ഇൻറ്റു വെലോസിറ്റി. അതാണ് മൊമെൻ്റം. അപ്പോൾ Δpയെ നമ്മൾ എങ്ങനെ എഴുതുന്നു? m × Δv. അതൊരു ഇക്വേഷനാണ്. Δpയുടെ സ്ഥാനത്ത് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ m × Δv. എല്ലാവരും ഒന്ന് മനസ്സിലുറപ്പിച്ചേ. Δpയുടെ സ്ഥാനത്ത് എന്താണ് എഴുതുക? m × Δv. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? Δx × Δpയുടെ സ്ഥാനത്ത് നമ്മൾ എന്തെഴുതും? m × Δv ഈക്വൽ ടു h/4π. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. Δx × m∆v ഈക്വൽ ടു h/4π. ഇനിയിപ്പോൾ ചോദിക്കും ഈ m∆v എവിടുന്നാണ് വന്നെന്ന് ചോദിക്കേണ്ട. Δpക്ക് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്? m∆v എഴുതിയത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി എന്താ എഴുതേണ്ടത്? ഇനി തന്ന കാര്യങ്ങൾ, പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതി വെക്കുക. എന്തൊക്കെയായിരിക്കും തന്നിട്ടുണ്ടാവുക? നോക്കൂ, വെലോസിറ്റി, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട്. അൺസർട്ടനിറ്റി എന്നതിൻ്റെ ചിഹ്നമാണ് ഡെൽറ്റ. അൺസർട്ടനിറ്റിയുടെ ചിഹ്നമാണ് ഡെൽറ്റ. അപ്പോൾ അൺസർട്ടനിറ്റി എന്തിലാണ് തന്നിരിക്കുന്നത്? വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ Δv തന്നിട്ടുണ്ട്. Δv എത്രയാണ്? 5.7 × 10⁵ ആണ്. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. Δv ഈസ് ഈക്വൽ ടു 5.7 × 10⁵ എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി ഇലക്ട്രോണിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. അത് നിങ്ങൾ കാണാതെ പഠിക്കുമെന്ന് നേരത്തെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ് ഇലക്ട്രോണിൻ്റെ മാസ് എഴുതിയത്? 9.1 × 10⁻31. അപ്പോൾ m കിട്ടി. 9.1 × 10⁻31 എന്ന് കിട്ടി. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ എന്നാണ്. അതായത് Δx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? Δx ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ Δx എങ്ങനെയാണ് ആ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കുക? ശരിക്കും നോക്കൂ, Δx കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ Δxനെ മാത്രം ഈ സൈഡിൽ നിർത്തിയിട്ട്, ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ക്ലിയർ അല്ലേ? Δxനെ മാത്രം ഈ സൈഡിൽ നിർത്തുക, ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിർത്തുക. അതിൻ്റെ കൂടെയുള്ള m∆vയെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. എവിടേക്ക് കൊണ്ടുപോകും? നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ ഇവിടെ Δxൻ്റെ കൂടെ ഗുണിക്കണമായിട്ടാണ് നിൽക്കുന്നത്. ഇൻറ്റു m∆v എന്നാണ്. അതിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവൈഡഡ് ബൈ ആവും. എന്താവും? ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? Δx ഈക്വൽ ടു h/4π കൂടെ ആരും കൂടി വരും? m∆v വരും. കാരണം അതിന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, m∆v എന്ന് വരും.
ഇനി ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിൻ്റെ വാല്യൂ 6.626 ഇൻറ്റു 10⁻⁻34. ഇനി 4 അങ്ങനെ തന്നെ എഴുതുക. പൈയുടെ വാല്യൂ 3.14. ഇനി എം നമുക്കറിയാം 9.1 ഇൻറ്റു 10⁻31. ഡെൽറ്റ വി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 5.7 ഇൻറ്റു 10⁻5. ഇതെല്ലാം കൂടി കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ ഉത്തരം 1 ഇൻറ്റു 10⁻10 മീറ്റർ എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ. ഇവിടെ ഒരൊറ്റ കൺഫ്യൂഷൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എക്സിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ വരിക. ഡെൽറ്റ എക്സിനെ ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ഡെൽറ്റ വിയെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോകും. എന്നാലേ നമുക്ക് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഗുണിക്കണം ഡെൽറ്റ വി ആണ്, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നാവും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ 2 പ്രോബ്ലം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് വീണ്ടും ചെയ്തു നോക്കണം കേട്ടോ. കാരണം എക്സാമിന് ഈ 2 ടൈപ്പും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.